ദേശീയ തീർത്ഥാടന കേന്ദ്രമായ വല്ലാർപാടം ബസിലിക്ക കേരളത്തിൻ്റെ ലൂർദ് എന്നാണ് അറിയപ്പെടുന്നത്. നാനാജാതി മതസ്ഥരും സ്വദേശീയരും വിദേശീയരുമായ ഒരുപാട് ആളുകൾ അമ്മയുടെ മാധ്യസ്ഥം തേടി ഇവിടെ എത്താറുണ്ട്. എറണാകുളത്തിനോട് ചേർന്ന് കിടക്കുന്ന ഒരു ചെറിയ ദ്വീപാണ് വല്ലാർപാടം. കേവലം 6 കിലോമീറ്റർ ചുറ്റളവാണ് ഇതിനുള്ളത്. തെങ്ങുംതോപ്പുകളാലും കായലാൽ ചുറ്റപ്പെട്ട വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് വല്ലാർപാടം ദ്വീപ്. 2004 ഗോശ്രീ പാലങ്ങൾ വരുന്നതുവരെ ഇവിടെ ബോട്ട് സർവീസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒൻപതാം നൂറ്റാണ്ടിനും 13-ാം നൂറ്റാണ്ടിനും മധ്യയാവാം വല്ലാർപാടത്തെ ആദ്യ ദൈവാലയം പണിയപ്പെട്ടത്. 14-ാം നൂറ്റാണ്ടിൽ വൈപ്പിൻ രൂപീകൃതമാകുന്നതിനു മുൻപ് വല്ലാർപാടം ദ്വീപ് ഉണ്ടായിരുന്നെന്ന് ഒരു നിരീക്ഷണമുണ്ട്. അങ്ങനെയെങ്കിൽ മുസരിസ് കച്ചവടവുമായി ഈ ദ്വീപിന് ബന്ധമുണ്ടാകാൻ സാധ്യത ഏറെയാണ്. എന്നാൽ ഇത് ശാസ്ത്രീയ പഠനങ്ങളിലൂടെ തെളിയിക്കപ്പെടേണ്ടതാണ്. AD 1341 മഹാപ്രളയത്തിൽ മുസിരിസ് തകർന്നപ്പോൾ അവിടെ കച്ചവടം നടത്തിയിരുന്ന ധാരാളം ക്രൈസ്തവർ വല്ലാർപാടം ഉൾപ്പെടെ കൊച്ചിയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് കുടിയേറി. 15-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാർ കേരളത്തിലെത്തിയപ്പോൾ ഇവിടെ പരിശുദ്ധാത്മാവിൻ്റെ നാമധേയത്തിൽ ഒരു ദൈവാലയം ഉണ്ടായിരുന്നു. ഇതാണ് പരിശുദ്ധാത്മാവിൻ്റെ പേരിലുള്ള ഏഷ്യയിലെ ആദ്യ ദൈവാലയമെന്ന് അറിയപ്പെടുന്നത്. വല്ലാർപാടത്തെ ഈ പഴയ പള്ളി ഇപ്പോഴുള്ള ദൈവാലയത്തിൽ നിന്ന് ഏതാണ്ട് 700 മീറ്റർ അകലെ വല്ലാർപാടം പനമ്പുകാട് ദേശീയപാതയിൽ നിന്ന് ആരംഭിക്കുന്നിടത്തായിരുന്നു. ജീർണാവസ്ഥയിലായിരുന്ന ഈ ദൈവാലയം പോർച്ചുഗീസുകാർ പുനരുദ്ധരിച്ചു. മിഷണറിമാരുടെ പരിശ്രമ ഫലമായി 1524 പെന്തക്കോസ്ത തിരുനാൾ ദിനത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന ക്രൈസ്തവ സമൂഹം റോമൻ കത്തോലിക്ക വിശ്വാസം സ്വീകരിക്കുകയും അനേകർ പുതുതായി ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് വന്നു ചേരുകയും ചെയ്തു. 1599 നടന്ന ഉദയംപേരൂർ സുനഹദോസിൽ ഈ ഇടവകയിൽ നിന്ന് പ്രതിനിധികൾ പങ്കെടുത്തതിലൂടെ ഈ ഐക്യം പൂർണ്ണത പ്രാപിച്ചു. പതിമൂന്നാം നൂറ്റാണ്ടിൽ പരിശുദ്ധ മാതാവ് നൽകിയ ചില ദർശനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മിഷണറിമാരുടെ കാരുണ്യവതിയായ ബന്ധന വിമോചകയായ ദൈവജനനിയുടെ സഖ്യം യൂറോപ്പിൽ സ്ഥാപിതമാകുന്നത്. മൂർ വംശജരുടെ ആക്രമണങ്ങളിൽ നിന്നുള്ള മോചനമായിരുന്നു സഖ്യത്തിൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ കേരളത്തിലെത്തിയ പോർച്ചുഗീസുകാർ അറബികളിൽ നിന്ന് സംരക്ഷണം ലഭിക്കുന്നതിന് അഭയം പ്രാപിച്ചത് ബന്ധന വിമോചകയായ പരിശുദ്ധ മറിയത്തിലാണ്. അതിനാൽ അവർ പോർച്ചുഗലിൽ നിന്ന് കൊണ്ടുവന്ന മാതാവിൻ്റെ ചിത്രം ഇവിടെ സ്ഥാപിക്കുകയും തങ്ങളെ തന്നെ മാതാവിന് അടിമകളായി സമർപ്പിക്കുകയും ചെയ്തു. ഇതാണ് ഇവിടത്തെ അടിമ സമർപ്പണത്തിൻ്റെ തുടക്കം. അന്നു മുതൽ ഈ ദൈവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് ധാരാളം കൃപകളും അനുഗ്രഹങ്ങളും ലഭിക്കുന്നുണ്ട്. ആയിരത്തി 1676 കേരളത്തിലുണ്ടായ മഹാപ്രളയം കേരളത്തിൽ അസാധാരണമായ നാശനഷ്ടങ്ങളുണ്ടാക്കി. വല്ലാർപാടം പള്ളി പൂർണ്ണമായി നശിക്കുകയും മാതാവിൻ്റെ അമൂല്യമായ തിരുച്ചിത്രം നഷ്ടപ്പെടുകയും ചെയ്തു. പോർച്ചുഗലിൽ നിന്നും കൊണ്ടുവന്ന മാതാവിൻ്റെ 7 ചിത്രങ്ങളിൽ ഒന്നായിരുന്നു അത്. പലരും ഇത് വീണ്ടെടുക്കാൻ ശ്രമിച്ചുവെങ്കിലും അത് സാധ്യമായില്ല. അന്നത്തെ കൊച്ചി രാജാവിൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന പാലിയത്ത് രാമൻ വലിയച്ഛനാണ് അത് വീണ്ടെടുക്കുവാനുള്ള ഭാഗ്യമുണ്ടായത്. കൊച്ചിയിൽ നിന്ന് ചേന്നമംഗലത്തേക്ക് കായലിലൂടെ പോകുകയായിരുന്ന അദ്ദേഹം അത്ഭുതകരമായ പ്രകാശം വീശിക്കൊണ്ട് എന്തോയൊന്ന് കായലിൽ ഒഴുകി നടക്കുന്നത് കണ്ടു. അതൊരു ചിത്രമാണെന്ന് കണ്ട് അതെടുക്കുവാൻ അദ്ദേഹം തുഴക്കാരോട് ആജ്ഞാപിച്ചു. എന്നാൽ അവർക്ക് സാധിച്ചില്ല. പിന്നീട് അദ്ദേഹം തന്നെ പരിശ്രമിച്ചപ്പോൾ അത് അദ്ദേഹത്തെ സമീപിച്ചു. വെള്ളത്തിൽ നിന്ന് എടുത്ത ചിത്രം നനയാതെ കാണപ്പെട്ടത് അദ്ദേഹത്തെ കൂടുതൽ അത്ഭുതപ്പെടുത്തി. ഉടനെ തന്നെ അദ്ദേഹം തിരുച്ചിത്രവുമായി വല്ലാർപാടത്തെത്തി. മാതാവിൻ്റെ ഈ അത്ഭുതം ദർശിച്ച രാമൻ വലിയച്ഛൻ പള്ളി നിന്നിരുന്ന സ്ഥലം കായലിൽ നഷ്ടപ്പെട്ടെന്നും
പുതിയ പള്ളി നിർമ്മിക്കാനുള്ള സ്ഥലമോ നിർവാഹമോ ഇടവകയ്ക്കില്ലെന്നും കണ്ട് മറ്റൊരു പറമ്പിൽ ദൈവാലയം പണിയുന്നതിനുള്ള അവകാശം നൽകി. പാലിയത്തച്ഛൻ്റെ ഔദാര്യപൂർണമായ സംഭാവനയിൽ സന്തുഷ്ടരായ വല്ലാർപാടം ഇടവകക്കാർ അവിടെ ഉടൻ തന്നെ പനമ്പുകൊണ്ട് ഒരു ദൈവാലയം നിർമ്മിക്കുകയും മാതാവിൻ്റെ തിരുചിത്രം അവിടെ സ്ഥാപിക്കുകയും ചെയ്തു. പിന്നീട് വല്ലാർപാടത്ത് പുതിയ ദൈവാലയം പൂർത്തിയായ അവസരത്തിൽ രാമൻ വലിയച്ഛൻ അൾത്താര വിളക്ക് സമ്മാനിക്കുകയുണ്ടായി. ഇത് ഇന്നും ഈ ദൈവാലയത്തിൽ ഉപയോഗിച്ചു വരുന്നു. വിളക്കിനുള്ള എണ്ണ പാലിയത്ത് തറവാട്ടിൽ നിന്ന് നൽകിപ്പോരുന്നു. പരിശുദ്ധ മാതാവിനോടുള്ള ഭക്തിയുടെ അടയാളമായി ഇന്നും പ്രധാന തിരുനാൾ ദിനമായ സെപ്റ്റംബർ 24-ന് പാലിയം രാജകുടുംബത്തിൽ നിന്നുള്ളവരാണ് വിളക്കിൽ എണ്ണ ഒഴിക്കുന്നത്. മരിയ ഭക്തരായ കർമ്മലീത്ത മിഷണറിമാർ വരാപ്പുഴ വികാരിയത്തിൻ്റെ നേതൃത്വം ഏറ്റെടുത്തത് ഈ ദൈവാലയത്തിന് കൂടുതൽ അനുഗ്രഹമായി. 1718 വരാപ്പുഴ അപ്പസ്തോലിക്കയുടെ അനുമതിയോടെ പരിശുദ്ധ മാതാവിൻ്റെ ബന്ധന വിമോചനാദി സഖ്യത്തിൻ്റെ ഒരു ഭാതൃസഖ്യം ഇവിടെ ആരംഭിച്ചു. 1750 ഈ സഖ്യം റോമിലെ വിശുദ്ധ അഡ്രിയാൻ്റെ ദേവാലയത്തിലെ സഖ്യവുമായി ഐക്യപ്പെടുകയും അതിലൂടെ സഖ്യത്തിൻ്റെ പൂർണ്ണ വളർച്ച പ്രാപിക്കുകയും ദണ്ഡവിമോചനം ഉൾപ്പെടെയുള്ള നിരവധി സവിശേഷ അനുഗ്രഹങ്ങൾക്ക് സഖ്യാംഗങ്ങൾ അർഹരാകുകയും ചെയ്തു. ഇത് അടിമസമർപ്പണം കൂടുതൽ പ്രചരിക്കുവാനും ശക്തി പ്രാപിക്കുവാനും ഇടയാക്കി. പരിശുദ്ധ മാതാവിന് ദാസ്യപ്പെട്ടാൽ അമ്മ സ്വന്തം കുഞ്ഞിനെ എന്ന പോലെ കാത്തുകൊള്ളുമെന്നൊരു വിശ്വാസം ജനങ്ങൾക്കുണ്ടായിരുന്നു. വല്ലാർപാടത്തമ്മയുടെ ചിത്രത്തിന് മുന്നിൽ ഒരമ്മയും കുഞ്ഞും നിൽക്കുന്നത് നമുക്ക് കാണാം. മീനാക്ഷി അമ്മയും മകനുമാണത്. അവരുടെ ജീവിതത്തിലുണ്ടായ അത്ഭുതകരമായ സംഭവത്തിലൂടെയാണ് വല്ലാർപാടം പള്ളി പ്രസിദ്ധിയാർജിക്കുന്നത്. ആ സംഭവത്തിലൂടെ നമുക്കൊന്ന് കണ്ണോടിക്കാം. 1752 മെയ് 23-ാം തീയതി പള്ളിയിൽ വീട്ടിൽ കാവു എന്ന് വിളിക്കപ്പെട്ടിരുന്ന മീനാക്ഷിയും മകനും മട്ടാഞ്ചേരിയിലെ അവരുടെ കുടുംബക്ഷേത്രത്തിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. വഞ്ചി ഏതാണ്ട് രാമൻ തുരുത്തിന് തെക്കു പടിഞ്ഞാറ് ആഴമേറിയ ഭാഗത്തെത്തി. പെട്ടെന്ന് പ്രകൃതിയുടെ ഭാവം മാറി. ശക്തമായ കാറ്റ് വീശി. കായലിൽ ഓളങ്ങൾ ഉയർന്നു. പരിഭ്രാന്തരായ അവർ അലമുറയിട്ട് കരയാൻ തുടങ്ങി. പെട്ടെന്ന് വഞ്ചി മറിഞ്ഞു. വല്ലാർപാടത്തമ്മേ രക്ഷിക്കണയെന്ന് വിളിച്ചപേക്ഷിച്ചുകൊണ്ട് മീനാക്ഷിയും കുഞ്ഞും കായലിൽ പതിച്ചു. ചിലരെല്ലാം നീന്തി രക്ഷപ്പെട്ടു. എന്നാൽ എത്ര തിരഞ്ഞിട്ടും കായലിൻ്റെ ആഴങ്ങളിലേക്ക് ആണ്ടുപോയ മീനാക്ഷിയെയും കുഞ്ഞിനെയും കണ്ടെത്താനായില്ല. അന്നു രാത്രി വല്ലാർപാടം പള്ളി വികാരി ഫാദർ മിഗുവേൽ കൊറൈക്ക് അപകടത്തിൽപ്പെട്ട ഒരമ്മയുടെയും കുഞ്ഞിൻ്റെയും ദർശനമുണ്ടായെങ്കിലും അതൊരു സ്വപ്നമാണെന്ന് അദ്ദേഹം തെറ്റിദ്ധരിച്ചു. പിറ്റേന്ന് മീനാക്ഷിയുടെ കുടുംബക്കാർ മീൻപിടുത്തക്കാരെ കൊണ്ട് വലയെറിയിച്ചു നോക്കിയെങ്കിലും ഫലമുണ്ടായില്ല. അന്നു രാത്രിയും മിഗുവേലച്ചന് പരിശുദ്ധ മാതാവിൻ്റെ ദർശനമുണ്ടായി. ഏതു വിധേയനെയും അവരെ രക്ഷിക്കണമെന്ന് മാതാവ് അച്ഛനോട് ആവശ്യപ്പെട്ടു. അന്ന് രാവിലെ തന്നെ അച്ഛൻ്റെ നേതൃത്വത്തിൽ കായലിൻ്റെ നാനാഭാഗങ്ങളിലും വലയെറിയാൻ ആരംഭിച്ചു. വൈകുന്നേരമായിട്ടും ഫലമൊന്നുമുണ്ടായില്ല. 3 ദിവസങ്ങളായതിനാൽ മൃതദേഹങ്ങൾ കായലിൻ്റെ അടിത്തട്ടിയിൽ എത്തിക്കാണുമെന്ന് മത്സ്യത്തൊഴിലാളികൾ അഭിപ്രായപ്പെട്ടു. എങ്കിലും അവസാന ശ്രമമെന്ന നിലയ്ക്ക് ഒരു കൂട്ടർ വഞ്ചിമറിഞ്ഞ സ്ഥലത്ത് ഒന്നുകൂടെ വലയെറിഞ്ഞു. വല ഉയർത്താൻ തുടങ്ങിയപ്പോൾ വല്ലാത്ത ഭാരം. സർവശക്തിയും ഉപയോഗിച്ച് അവർ വല ഉയർത്തി. അതാ മീനാക്ഷിയും കുഞ്ഞും. അവർ ജീവനോടെ കാണപ്പെട്ടു. മത്സ്യത്തൊഴിലാളികൾ അത്യധികം ഭയപ്പെട്ടുപോയി. അവർ അമ്മയെയും കുഞ്ഞിനെയും ഉടൻ തന്നെ പള്ളിയിലെത്തിച്ചു. മീനാക്ഷിയും കുഞ്ഞും വല്ലാർപാടത്തമ്മയുടെ മുൻപിൽ സാഷ്ടാംഗ പ്രണാമം ചെയ്തു കണ്ണീരിൽ കുതിർന്ന നന്ദി അർപ്പിച്ചു. ഈ വാർത്ത കാട്ടുതീ പോലെ വ്യാപിച്ചു. പള്ളിയിലേക്ക് ജനസാഗരം ഒഴുകാൻ തുടങ്ങി. ഈ സംഭവത്തെപ്പറ്റി മീനാക്ഷി സാക്ഷ്യപ്പെടുത്തുന്നത് ഇപ്രകാരമാണ്. കാറ്റിൽപ്പെട്ട് വഞ്ചി മറിഞ്ഞപ്പോൾ മീനാക്ഷി വല്ലാർപാടം പള്ളിയിലേക്ക് നോക്കി
എൻ്റെ വല്ലാർപാടത്തമ്മയെ രക്ഷിക്കണേ, ഞാനും കുഞ്ഞും അമ്മയുടെ അടിമകളായി ജീവിച്ചു കൊള്ളാം എന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു. കായലിൻ്റെ അടിത്തട്ടിൽ പതിച്ചവർ ഉണ്ണിയേശുവിനെയും വല്ലാർപാടത്തമ്മയുടെയും സാന്നിധ്യത്തിലായിരുന്നു. ഉണ്ണിയേശുവിനെയും പരിശുദ്ധ കന്യകാമറിയത്തെയും അവർ ഉറ്റുനോക്കിക്കൊണ്ടേയിരുന്നു. സ്വർഗീയ ആനന്ദത്തിൽ മതിമറന്നവർ സമയം പോകുന്നത് അറിയുന്നുണ്ടായിരുന്നില്ല. വല്ലാർപാടത്തമ്മയിലൂടെ ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് കൃതജ്ഞതയായി അന്നു മുതൽ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ദൈവാലയവും പരിസരവും അടിച്ച് വൃത്തിയാക്കുന്ന ശുശ്രൂഷ മീനാക്ഷിയും മകനും ആരംഭിച്ചു. അധികം വൈകാതെ മീനാക്ഷി, മേരി, മകൻ യേശുദാസ് എന്നീ പേരുകളിൽ ജ്ഞാനസ്നാനം സ്വീകരിച്ചു. മീനാക്ഷി 72 വയസ്സിലും മകൻ 16 വയസ്സിലും മരിക്കുന്നതുവരെ അവർ പള്ളിവളപ്പിൽ ഒരു കുടിൽ കെട്ടി താമസിച്ചിരുന്നു. ഈ മഹാത്ഭുതത്തിന്റെ ശാശ്വത സ്മാരകമായി അന്നത്തെ വരാപ്പുഴ മെത്രാപ്പോലിത്തയുടെ അനുവാദത്തോടെ മീനാക്ഷിയുടെയും മകന്റെയും ചിത്രം മാതാവിന്റെ ചിത്രത്തോട് വരച്ചു ചേർത്തു. അതാണ് വല്ലാർപാടത്തമ്മയുടെ ചിത്രം എന്ന് അറിയപ്പെടുന്നത്. ഇന്ന് നിരവധി ആളുകൾ മീനാക്ഷിയെയും മകനെയും അനുകരിച്ച് വല്ലാർപാടത്തമ്മയ്ക്ക് അടിമയായി സ്വയം സമർപ്പിക്കുന്നു. വല്ലാർപാടം ഇടവകയിൽ 2 തിരുനാളുകളാണ് നടത്തിവരുന്നത്. ഒന്ന് പരിശുദ്ധാരൂപിയുടെയും 2 മിഷണറിമാരുടെ കാരുണ്യവതിയായ ബന്ധന വിമോചക നാഥയുടെയും. ഈ 2 തിരുനാളുകളിലും ലഭിക്കുന്ന തുക മിഷൻ പ്രവർത്തനങ്ങൾക്കായി രൂപതയിൽ എത്തിക്കുന്ന പതിവ് കർമ്മലീത്ത മിഷണറിമാർ ആരംഭിച്ചു. 1835 മഞ്ഞുമൽ ദേവാലയ നിർമ്മാണത്തിനായി ഇവിടെ നിന്ന് 3000 രൂപ നൽകുകയുണ്ടായി. വിജയപുരം രൂപത രൂപീകൃതമാകുന്നതുവരെ അവിടുത്തെ മിഷന് വേണ്ടിയുള്ള സഹായം ഇവിടെ നിന്ന് നൽകിയിരുന്നു. അങ്ങനെ മിഷണറിമാരുടെ മധ്യസ്ഥ എന്ന നാമം പ്രവർത്തനങ്ങളിലൂടെ അന്വർത്ഥമാക്കാൻ വല്ലാർപാടം ഇടവകയ്ക്ക് സാധിച്ചു. പരിശുദ്ധ ദൈവമാതാവിൻ്റെ വല്ലാർപാടത്തുള്ള തിരുസ്വരൂപം ബൈസൻ്റൈൻ ഐക്കണോഗ്രാഫി പാരമ്പര്യത്തിലുള്ളതാണ്. തന്മൂലം ഈ ചിത്രം സ്വയംവരദായിക എന്ന് അറിയപ്പെടുന്നു. ഈ സവിശേഷത കണക്കിലെടുത്തുകൊണ്ട് 1888 പരിശുദ്ധ ലിയോ 13 പാപ്പ ഇവിടുത്തെ അൾത്താരെ പ്രിവിലേജാത്തും എന്നുള്ള ഒരു പദവി നൽകി ഉയർത്തുകയുണ്ടായി. ആയതിനാൽ ഇവിടെ അർപ്പിക്കപ്പെടുന്ന ഓരോ ബലികൾക്കും സവിശേഷമായ ദണ്ഡവിമോചനമുണ്ട്. ഈ ദണ്ഡവിമോചനം സ്വന്തമാക്കുന്നതിന് വേണ്ടി നവവൈദികർ തങ്ങളുടെ പട്ടാഭിഷേകം കഴിഞ്ഞാൽ ഓടിയെത്തി ഇവിടെ ബലി അർപ്പിക്കാറുണ്ട്. ഓരോ ശനിയാഴ്ചയും ഈ ആനുകൂല്യം സ്വന്തമാക്കുന്നതിന് വേണ്ടി അനേകായിരങ്ങളാണ് ഇവിടെ രാവിലെ 6:30-നും 10:30-നും ഉച്ചകഴിഞ്ഞ് 4-നും 6-നുമുള്ള ദിവ്യബലിക്കായി അണഞ്ഞുകൊണ്ടിരിക്കുന്നത്. വരാപ്പുഴ അതിരൂപതയുടെ പ്രഥമ തദ്ദേശീയ മെത്രാപ്പോലീത്ത ദൈവദാസൻ ജോസഫ് അട്ടിപ്പേറ്റ് പിതാവ് പരിശുദ്ധ വല്ലാർപാടത്തമ്മയുടെ തികഞ്ഞ ഭക്തനായിരുന്നു. എല്ലാ വിദേശയാത്രയ്ക്ക് മുൻപും ശേഷവും അദ്ദേഹം ഇവിടെ എത്തിച്ചേരുകയും ബലിയർപ്പിക്കുകയും ചെയ്തിരുന്നു. വല്ലാർപാടത്തമ്മയുടെ ഈ ദൈവാലയത്തിന് ജനങ്ങളിലും സമൂഹത്തിലും ഉണ്ടായിരുന്ന മഹനീയ സ്ഥാനം മനസ്സിലാക്കി 1951 ഭാരത സർക്കാർ ഈ ദൈവാലയത്തെ മേജർ പിൽഗ്രിം സെൻ്ററായും 2004 ഭാരത കത്തോലിക്ക സഭ ദേശീയ തീർത്ഥാടന കേന്ദ്രമായും പ്രഖ്യാപിച്ചു. പരിശുദ്ധ വല്ലാർപാടത്തമ്മയുടെ ഈ ദേശീയ തീർത്ഥാടന കേന്ദ്രത്തെ വിശുദ്ധ ജോൺ പോൾ II പാപ്പ 2004 ഡിസംബർ 1 മൈനർ ബസിലിക്കയായി ഉയർത്തുകയും 2005 ഫെബ്രുവരി 12 ഇവിടെ നടന്ന ദിവ്യബലിയിൽ അന്നത്തെ വരാപ്പുഴ മെത്രാപ്പോലിത്ത ഡാനിയേൽ അച്ചാരിപ്പറമ്പിൽ പിതാവ് ഇത് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. തുടർന്ന് പരിശുദ്ധാരൂപിയുടെ നാമത്തിലുണ്ടായിരുന്ന ദൈവാലയം ബസിലിക്കയുടെ സമീപത്തായി പുനഃസ്ഥാപിച്ചു. ഇത് അതിപുരാതനമായ ഈ ദൈവാലയത്തിൻ്റെ പ്രാരംഭ ചരിത്രത്തിൻ്റെ ഓർമ്മ നമ്മിലുണർത്തുന്നു. 2005 മുതൽ വല്ലാർപാടം തീർത്ഥാടനവും കൺവെൻഷനും ആരംഭിച്ചത് അനേകർക്ക് ആത്മീയ വെളിച്ചത്തിനും അനുഭവത്തിനും കാരണമായി തീർന്നു. 2007 CCBIയുടെ നേതൃത്വത്തിൽ ഭാരതത്തിലെ 132 ബിഷപ്പുമാർ
ഇവിടെ സമൂഹ ദിവ്യബലി അർപ്പിച്ചത് ദൈവാലയ ചരിത്രത്തിലെ അവിസ്മരണീയമായ മുഹൂർത്തങ്ങളിലൊന്നാണ്. 2016 ജപമാല ഭക്തി ഇന്ത്യ മുഴുവനും വ്യാപിപ്പിക്കാൻ ജപമാല സഖ്യ അൾത്താർ ഇവിടെ സ്ഥാപിച്ചു. 2022 ഉത്തരീയ സഖ്യം പുനഃസ്ഥാപിച്ചുകൊണ്ട് ഉത്തരീയ ഭക്തി പ്രചരണ പരിശ്രമങ്ങൾ തുടങ്ങി. അങ്ങനെ ജപമാലയാകുന്ന ആയുധവും ഉത്തരീയമാകുന്ന പരിചയം ഉപയോഗിച്ച് സഖ്യാംഗങ്ങൾ മുന്നേറുന്നു. പരിശുദ്ധ വല്ലാർപാടത്തമ്മയുടെ ഈ ദേവാലയ സ്ഥാപനത്തിൻ്റെ ജൂബിലി 2024 ആരംഭിക്കുകയാണ്. പാരമ്പര്യമനുസരിച്ച് പരിശുദ്ധ വല്ലാർപാടത്തമ്മയുടെ തിരുച്ചിത്രം ഇവിടെ സ്ഥാപിക്കപ്പെട്ടതിൻ്റെയും ജൂബിലി കാലഘട്ടമാണ് 2024 ആരംഭിക്കുന്നത്. വിപുലമായ രീതിയിലാണ് ജൂബിലി ആഘോഷങ്ങൾക്കായി കമ്മിറ്റികൾ രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്. ശ്രീ പീറ്റർ കൊറേയെ പ്രസ്തുത കമ്മിറ്റിയുടെ ജനറൽ കൺവീനറായി തിരഞ്ഞെടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കീഴിൽ വിവിധ കമ്മിറ്റികൾ രൂപം കൊടുത്തുകൊണ്ട് അവരുടെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. നവംബർ മാസത്തിൽ ജൂബിലി ആഘോഷങ്ങൾ അഭിവന്യ ജോസഫ് കളത്തിപ്പറമ്പിൽ പിതാവിൻ്റെ നേതൃത്വത്തിൽ നടത്താൻ ആഗ്രഹിക്കുന്നു. തുടർന്ന് 1 വർഷം നീണ്ടു നിൽക്കുന്ന ആധ്യാത്മികവും കായികവും അതോടൊപ്പം തന്നെ വിപുലമായ പരിപാടികൾ ഒരുമിച്ച് ചേർത്തുകൊണ്ട് ജൂബിലി ആഘോഷം കൂടുതൽ ആത്മീയ വളർച്ചയുടെ, കൂടുതൽ കൂട്ടായ്മയുടെ കാലഘട്ടമാക്കി തീർക്കണം എന്നുള്ളതാണ് ഈ ജൂബിലി ആഘോഷത്തിൻ്റെ ലക്ഷ്യം. അങ്ങനെ വല്ലാർപാടം ഇടവക ജൂബിലി ആഘോഷത്തിലൂടെ കൂടുതൽ ശക്തി ആർജിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, ആശിക്കാം. തന്നെ വിളിച്ചപേക്ഷിച്ച ആരെയും ഇതുവരെയും കൈവിട്ടിട്ടില്ലാത്ത മാതാവിൻ്റെ സാന്നിധ്യത്താലും അനുഗ്രഹത്താലും നിറഞ്ഞ പ്രദേശമാണ് വല്ലാർപാടം. 500-ാം ജൂബിലിയുടെ ഈ അവസരത്തിൽ ഇക്കാലമത്രയും വല്ലാർപാടത്തമ്മയിലൂടെ ദൈവം വഴി നടത്തിയ ചരിത്ര സംഭവങ്ങളെ അനുസ്മരിക്കുകയും മാതാവിലൂടെ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന നിസ്സീമമായ കൃപകൾക്ക് നന്ദി അർപ്പിക്കുകയും ചെയ്യാം. മീനാക്ഷിയുടെയും കുഞ്ഞിൻ്റെയും ആഴമായ വിശ്വാസം നമുക്ക് സാക്ഷ്യവും പ്രചോദനവുമായി തീരട്ടെ.